കോഴിക്കോട് ജപ്തി നോട്ടീസ് ലഭിച്ച വീട് പണയത്തിന് നൽകി പോലീസ് ഉദ്യോഗസ്ഥൻ വഞ്ചിച്ചതായി പരാതി. പന്നിയങ്കര പോലീസ് സ്റ്റേഷൻ SI വിനോദിനെതിരെയാണ് പരാതി. ചേളന്നൂർ സ്വദേശി അബ്ദുൾ ഗഫൂറാണ് പരാതി നൽകിയത്. പണമായി നൽകിയ തുക തിരികെ ചോദിച്ചിട്ടും വിനോദ് നൽകാൻ തയ്യാറാകുന്നില്ലെന്ന് കാണിച്ച് പോലീസ് കമ്മീഷണർക്കും IG-ക്കും പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്ന് അബ്ദുൾ ഗഫൂർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഇങ്ങേര് പൈസ തരാമെന്ന് അന്ന് അവിടുന്ന് വാക്ക് പറയെങ്കിലും അന്നും പൈസ തന്നില്ല. അപ്പോഴേക്കും ഞങ്ങളിവിടെ ജപ്തി ചെയ്ത് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കിയിട്ടുണ്ടായിരുന്നു. 2024 ഡിസംബറിലാണ് ചേളന്നൂർ സ്വദേശി അബ്ദുൾ ഗഫൂർ പന്നിയങ്കര പോലീസ് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറായ VP വിനോദന്റെ വീട് പണയത്തിനെടുക്കുന്നത്. 10.5 ലക്ഷം രൂപ നൽകി കുടുംബം വീട്ടിൽ താമസം ആരംഭിച്ചു. ദിവസങ്ങൾക്ക് ശേഷം തൊട്ടടുത്ത സ്വകാര്യ ബാങ്കിലെ ഉദ്യോഗസ്ഥരെത്തി വീട് ജപ്തി ചെയ്യുമ്പോഴാണ് ASI വിനോദൻ വീട് ഈടുവെച്ച് ബാങ്കിൽ നിന്നും 30 ലക്ഷത്തോളം രൂപ വായ്പയെടുത്തിട്ടുണ്ടെന്നും കുടിശ്ശികകൾ മുടങ്ങിക്കിടക്കുകയാണെന്നും ഗഫൂറും കുടുംബവും അറിയുന്നത്. ബാങ്ക് ഉദ്യോഗസ്ഥർ വീട് ജപ്തി ചെയ്തതോടെ അബ്ദുൾ ഗഫൂറിനും കുടുംബത്തിനും ഇറങ്ങിക്കൊടുക്കേണ്ടി വന്നു. മറ്റു മാർഗമില്ലാതെ ഇപ്പോൾ വാടക വീട്ടിൽ കഴിയുകയാണ് കുടുംബം. പരാതി കൊടുത്തിട്ട് ഒരു ഫലവും കാണുന്നില്ല. പരാതി കൊടുത്തിട്ട് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിക്കൂ. ഞാനോ 2 പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. എനിക്ക് സുഖമില്ലാണ്ട് പോകാൻ കഴിഞ്ഞില്ല. മോനാ പോവുക. അയാളെ വിളിച്ചിട്ട് അയാൾ ഇവിടെ കാക്കൂരിലേക്ക് വന്നില്ല. നിങ്ങളെ പണിയെടുത്തോളി, അതിൻ്റെ ആവശ്യമില്ല, എനിക്ക് വരേണ്ട ആവശ്യമില്ല, ഫോണിൽ കൂടെ സംസാരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ആ പോലീസുകാരെ വിളിച്ച് ഇയാളോട് പറഞ്ഞു, ഇയാൾ ഇവിടെ നിന്ന് ചൂടാകുക. അല്ല വിനോദ്, ഈ ഇവിടെ വന്നിട്ട് സംസാരിക്കേണ്ടതല്ല, സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനല്ല വിളിക്കുന്നത്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ വരില്ല, നിങ്ങൾ ഓരെന്താ പറഞ്ഞാൽ അത് എഴുതിക്കോളി, പോലും പറയുന്നത് ഇങ്ങനെ ശക്തമായ നടപടിയെടുക്കണം, അങ്ങനെ എഴുതി നടത്തും. ജപ്തി നടന്നതോടെ പണയത്തിനായി നൽകിയ തുകയും ജപ്തി ഒഴിവാക്കാനായി നൽകിയ കുടിശ്ശികയും ഉൾപ്പെടെ 12 ലക്ഷത്തോളം രൂപ ASI വിനോദൻ അബ്ദുൾ ഗഫൂറിന് നൽകണം. പലതവണ ബന്ധപ്പെട്ടിട്ടും പണം നൽകാമെന്ന് പറഞ്ഞ് വിനോദൻ ഒഴിഞ്ഞുമാറുകയായിരുന്നു. പണം ആവശ്യപ്പെട്ട് വിളിക്കുമ്പോഴെല്ലാം ആത്മഹത്യ ഭീഷണി മുഴക്കുകയാണ് ചെയ്തതെന്നും കുടുംബം പറയുന്നു. വിഷയം ചൂണ്ടിക്കാട്ടി കാക്കൂർ പോലീസ് സ്റ്റേഷനിലും IG-ക്കും പരാതി നൽകി. നടപടിയില്ലാത്തതിനെ തുടർന്ന് സിറ്റി പോലീസ് കമ്മീഷണർക്കും 3 തവണ പരാതി നൽകി. കൃത്യമായ രേഖകളും തെളിവുകളും നൽകിയിട്ടും പോലീസ് അധികൃതർ ASI വിനോദനെതിരെ നടപടിയെടുക്കുന്നില്ലെന്നും വലിയ വിശ്വാസവഞ്ചന കാണിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പോഴും സർവീസിൽ തുടരുകയാണെന്നും അബ്ദുൾ ഗഫൂറും കുടുംബവും പറയുന്നു. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ന്യൂസ് മലയാളം, കോഴിക്കോട്.